പ്രിയമുള്ള എൻ്റെ ബന്ധുക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിദ്ധാശ്രമത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സിദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയോ അവിടെ ദർശിക്കുകയോ അവിടെ പോവുകയോ അവിടെ നിന്ന് ജ്ഞാനം സമ്പാദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ദർശനം സിദ്ധമാവും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിരഹത്താൽ ദുഃഖിതയായിരുന്ന രാധ ചന്ദ്രാനന എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിൽ നിന്നും തൻ്റെ തൊഴിയിൽ നിന്നും സിദ്ധാശ്രമത്തെപ്പറ്റി കേട്ടറിഞ്ഞ് 100 യൂഥം ഗോപികമാരോടും മറ്റ് ഗോപന്മാരോടും ഒപ്പം സ്വർണ്ണപ്പല്ലക്കിൽ സിദ്ധാശ്രമത്തിലേക്ക് യാത്രയായി. അതേസമയം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ 16,008 ഭാര്യമാരുമായി സിദ്ധാശ്രമ തീർത്ഥത്തിലേക്ക് യാത്രയായി. രാധ അവിടെ ചെന്നപ്പോൾ തന്നെ സിദ്ധാശ്രമ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനായി തയ്യാറായി. കരുത്തരായ ഗോപന്മാർ തീർത്ഥഘട്ടത്തിന് മുമ്പിൽ കാവൽ നിന്നു. ചൂരൽവടി ഏന്തിയ ഗോപികമാർ രാധയുടെ തീർത്ഥസ്നാനത്തിന് ചുറ്റും കാവൽ നിന്നു. ശ്രീകൃഷ്ണനോടൊപ്പം എത്തിയ ശ്രീകൃഷ്ണൻ്റെ 8 ഭാര്യമാർ അവിടെ സ്നാനത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ വലിയ സ്നാനം നടക്കുക. ഇവരവിടെ ചെന്നപ്പോൾ അവരെ എന്ത് ചെയ്തു? ഈ ഗോപസ്ത്രീകളെല്ലാം കൂടെ ചൂരവടി കൊണ്ട് നല്ല പൊട്ടീര് കൊടുത്ത് ഓടിച്ചു. ഇവളുമാർ ഓടി അവിടുന്ന്. കൃഷ്ണൻ്റെ ഭക്തിമാരെല്ലാം ഓടി അവിടെ ചെന്ന് കൃഷ്ണൻ്റെ ചെന്നു. അപ്പോൾ സത്യഭാമയ്ക്ക് ഭയങ്കര അഹങ്കാരം. സത്യഭാമ പറഞ്ഞു, ഞാൻ ഏറ്റവും സൗന്ദര്യമുള്ളവളാണ്, ഭഗവാൻ എന്നെയാണ് ഇഷ്ടം, ഭഗവാനോടൊപ്പം ഞാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഭൗമാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു, ഇന്ദ്രന് ഛത്രവും മറ്റും തിരികെ സമ്മാനിച്ചത് ഞങ്ങളാണ്, എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് പാരിജാതം നിൽക്കുന്നത്, എൻ്റെ അച്ഛൻ ഒരു ദിവസം 8 ഭാരം സ്വർണം വിളയുന്ന ഒരു മണിയാണ് സ്ത്രീധനമായിട്ട് നൽകിയത്, രുക്മിണി നീയും സുന്ദരിയാണ്, നീ സുന്ദരിയായതുകൊണ്ടാണല്ലോ നിന്നെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ 8 പേരും അതീവ സുന്ദരികളും രാജസ്ത്രീകളുമാണ്. നമ്മളെ ഇവർ അടിച്ചോടിച്ചതിൻ്റെ കാര്യം എന്താണ്, ആരാണ് അവിടെ കുളിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇവർക്ക് താല്പര്യമായി. ഒരു ഭഗവാനോട് തന്നെ ചോദിച്ചു, ഭഗവാൻ എല്ലാം അറിയാവുന്നവരാണ്, ആരാണ് അവിടെ സ്നാനം ചെയ്യുന്നത്? ഭഗവാൻ പറഞ്ഞു, അത് വൃഷഭാനുവിൻ്റെ പുത്രിയും എൻ്റെ പ്രേയസിയുമായ രാധയാണ് അവിടെ കുളിക്കുന്നത്, അവിടെ സ്നാനം ചെയ്യുന്നവരാ, അവരുടെ പരിചാരകരാണ് നിങ്ങളെ അടിച്ചോടിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു, രാധയെപ്പറ്റി അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ രാധ അത്ര വലിയ ആളാണോ, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഭഗവാൻ അവരെയും കൂട്ടി, ഈ 16,108 ഭാര്യമാരെയും കൂട്ടി രാധയെ കാണാൻ ചെന്നു. അപ്പോൾ ഗോപികമാരും ഗോപന്മാരും ഭഗവാൻ വരുന്നത് കണ്ട് രാധയോട് വിവരം പറഞ്ഞു. രാധ ഗോപികമാരോടൊപ്പം ഗോപന്മാരോടൊപ്പം ചെന്ന് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം വച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ രാധ സ്വന്തം മഞ്ചലിരിക്കുന്നത് കണ്ട് ഈ അഷ്ടഭാര്യമാർ ഞെട്ടിപ്പോയി. സൂര്യൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങൾ എന്ന പോലെ നാശമായി. കാരണം ഇതുപോലൊരു സൗന്ദര്യം ലോകത്ത് കണ്ടിട്ടില്ല. അതുപോലെ സൗന്ദര്യം. ഇവരെ സ്വന്തം സൗന്ദര്യത്തെ പറ്റിയുള്ള ഗർവമൊക്കെ ഇവരുടേത് തകർന്ന് നാശമായിപ്പോയി. അവരവിടെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ നമുക്ക് പുള്ളിക്കാരത്തെ ഒന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് രാധ പരിവേരകന്മാരോടൊത്ത് ഗോപന്മാരോടൊത്ത് വന്ന് പ്രദക്ഷിണം വെച്ച് തൊഴുതു നിന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞ്, ഭഗവാനെ തീർത്ഥത്തിൻ്റെ മഹാത്മ്യം ഇത്രയുണ്ട്, ഞാൻ വന്നപ്പോൾ തന്നെ കൃഷ്ണദർശനം സാധിച്ചു. അപ്പോൾ കൃഷ്ണന് ഭാര്യമാരെ പരിചയപ്പെടുത്തി അവരെയെല്ലാം രാധ ആലിംഗനം ചെയ്തു. 16,008 ഭാര്യമാരെയും ആലിംഗനം ചെയ്ത് അവരുമായിട്ടൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തിയപ്പോൾ
ഇവർ പറഞ്ഞു, അഷ്ടഭാര്യമാർ പറഞ്ഞു, രാധ ഞങ്ങൾ ഇത്രയും ഉദ്ദേശിച്ചില്ല, ഭവതിയുടെ സൗന്ദര്യം ഇത്ര കണ്ട് വലുതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ഈ താമസ സ്ഥലത്തേക്ക് നമ്മളുടെ എല്ലാവരെയും കൂടെ കൂട്ടി പോകാം. അങ്ങനെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തോട്ട് എല്ലാവരും കൂടെ പോയി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കൃഷ്ണകഥകളുമൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് രാധയുടെ മഞ്ചലിൽ ഉറങ്ങാൻ കിടന്നു. കൃഷ്ണപത്നിമാർ എല്ലാം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. രുക്മിണി ഭഗവാന്റെ അടുക്ക് ചെന്ന് രാത്രിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എന്താ ഉറങ്ങാതിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞത് ഒരു കുഴപ്പമുണ്ട്, രാധയ്ക്ക് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിക്കണം. രാധയ്ക്ക് ആ പാല് കിട്ടിയിട്ടില്ല, രാധ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, രുക്മിണി ഒരു ഗ്ലാസ് ചൂട് പാല് നല്ലപോലെ പഞ്ചസാരയൊക്കെ കൊണ്ടിട്ട് രാധയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ പാല് കിട്ടിയ സന്തോഷത്തിൽ രാധ അത് കഴിച്ചു. തിരിച്ച് രുക്മിണി വന്ന് ഭഗവാന്റെ കാലെടുത്ത് സ്വന്തം മടിയിൽ വെച്ച് സ്വന്തം കൈകൾ കൊണ്ട് തടവിയപ്പോൾ ഭഗവാന്റെ കാലിൽ എന്തോ കുരുക്കൾ പോലെ പൊന്തി നിൽക്കുന്നു, തീപ്പൊള്ളലേറ്റതുപോലെ. അപ്പോൾ രാധ ചോദിച്ചു, ഭഗവാനെ ഇതെന്താണ് കാലയിൽ തീപ്പൊള്ളലേറ്റതുപോലെ? ഉടനെ പറഞ്ഞു, എൻ്റെ പാദം സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും രാധയുടെ ഹൃദയത്തിലാണ്, വേറെയെങ്ങുമല്ല സ്ഥിതി ചെയ്യുന്നത്. നീ കൊണ്ടു കൊടുത്ത പാലിന് ചൂടുണ്ട്, അത് കുടിച്ചപ്പോൾ എൻ്റെ കാല് പൊള്ളിയതാണ് എന്ന് പറഞ്ഞു. രുക്മിണി അത്ഭുതപ്പെട്ടു പോയി. അതായത് ഭഗവാനുമായിട്ടുള്ള ആ പ്രേമം അത്ര ദൃഢമായി കഴിഞ്ഞാൽ ഭഗവാന്റെ പാദം സ്വന്തം ഹൃദയത്തിലാവണം, അതാണ് വേണ്ടത്. അടുത്ത ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ഏവർക്കും നമസ്കാരം.